إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരമാവധി സൂക്ഷിച്ചും ഭയപ്പെട്ടും അനുസരിച്ചും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ പരമാവധി മുറുകെ പിടിച്ചും ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളിൽ പെടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സ്കൂൾ വെക്കേഷനിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത്. അതുമായി ബന്ധപ്പെട്ട് മക്കളുടെ കാര്യത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ചില ഭാഗങ്ങൾ നമ്മൾ ഖുതുബയിൽ കേട്ടിട്ടുണ്ട്. ഇനി ഒരു കുടുംബം എന്ന നിലക്ക് പ്രത്യേകിച്ച് പുരുഷനും സ്ത്രീയും, അതിൽ വിശിഷ്യ സ്ത്രീകൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വരുന്നൊരു വിഷയമാണ് ഇന്നത്തെ ഖുതുബയിൽ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാം, ദുനിയാവും അതിന്റെ കെട്ടും മട്ടും വളരെ വികസിച്ച സമയത്ത് വിദ്യാഭ്യാസത്തിലും സാമ്പത്തികമായിട്ടുമൊക്കെ ഒരാവറേജിന്റെ മുകളിലേക്ക് പരമാവധി ആളുകൾ എത്തി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മളിലൊക്കെ വരാൻ സാധ്യതയുള്ളതും വന്നതുമായ ഒരു തിന്മയാണ് ലജ്ജയില്ലായ്മ എന്നുള്ളത്, ഉളുപ്പില്ലാത്തവരായിട്ട് ജീവിക്കുക എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൽ പെട്ടതാണ്. ലജ്ജ ഉള്ള ആളുകൾക്ക് ഈമാൻ ഉണ്ടാകും, ഈമാനുള്ള ആളുകൾക്ക് ലജ്ജയുണ്ടാകും. അതുപോലെ തന്നെയാണ് ലജ്ജയില്ലാത്തവർക്ക് ഈമാനില്ലാതായി പോകും, ഈമാനില്ലാത്ത ആളുകൾക്ക് ലജ്ജയും ഇല്ലാതായി പോകും. ഓരോ പ്രവാചകന്മാരും മുൻപുകാലങ്ങളിലേ കടന്നു വന്ന എല്ലാ അംബിയാ മുർസലുകളും
അവരെല്ലാവരും നിയോഗിക്കപ്പെട്ടത് തന്നെ ലജ്ജയോടുകൂടിയിട്ടാണ്. ഓരോ ശരീഅത്തിലും വിധി എടുത്തു മാറ്റാത്ത വിധിയാണ് ലജ്ജയുടെ. ചില ശരീഅത്തുകൾ നമുക്കറിയാം അനുസ്യൂതമായ ഒരു നീക്കങ്ങൾക്ക് ശേഷം ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഉദാഹരണം ഖബർ സിയാറത്തൊക്കെ പോലെയുള്ള. എന്നാൽ ശരീഅത്തിൽ ഒരു വിധി നിശ്ചയിച്ചിട്ട് കാലം വരെ ആ വിധിയിൽ ഒരു ഇളവോ മാറ്റമോ വരുത്താത്ത ശരീഅത്താണ് ലജ്ജയുടെ. ഇദാലം തസ്തഹി ഫസ്നഉ മാ ശിഅത. ലജ്ജയില്ലാത്തവർ അവന് തോന്നിയ പോലെ ജീവിക്കട്ടെ, അവന് തോന്നിയതുപോലെയാണ് ജീവിക്കുന്നത്. തോന്നിയതുപോലെ ജീവിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ അടയാളമാണ് അവർക്ക് ലജ്ജയില്ല എന്നുള്ളത്. സഹോദരങ്ങളെ, ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിക്കുകയാണ്, ലജ്ജയെ സൃഷ്ടിച്ചത് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സ്വഭാവമായിട്ടാണ് ലജ്ജയെ സൃഷ്ടിച്ചത്, ഉളുപ്പിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന സ്വഭാവം അതാണ്. ഒരു മനുഷ്യന് ഏറ്റവും നല്ല മനുഷ്യത്വം നൽകുന്ന സ്വഭാവവും അതാണ്. ലജ്ജയില്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ കാണാൻ നല്ലതായിരിക്കും. അയാളുടെ മാംസവും അയാളുടെ രക്തവും ഒഴികെ ബാക്കിയെല്ലാം ലജ്ജയില്ലാത്തതിന്റെ പേരിൽ നാശത്തിലായിരിക്കും അയാളുടെ കാര്യം. അയാളുടെ വിശ്വാസം, അയാളുടെ ആളുകളെ പ്രേരിപ്പിക്കുന്ന രൂപം, അയാളുടെ സഞ്ചാരം, അയാളുടെ ആദർശം എല്ലാം തന്നെ പൊളിവിലെ. ലജ്ജയില്ലാതെ നമ്മുടെ സമൂഹത്തിൽ ലീഡിങ് ചെയ്യുന്ന ഏത് സെലിബ്രിറ്റി ആരെടുത്ത് നോക്കിയാൽ അവരൊക്കെയും പ്രിയപ്പെട്ടവരെ ലജ്ജയില്ലാത്തവരായിട്ട് ആളുകളുടെ മുന്നിൽ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ മാംസൂരിത്വമല്ലാത്തതൊക്കെയും അയാൾക്ക് സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരിക്കലും ആകർഷിക്കപ്പെടാത്ത അത്രയും എന്താ പറയാ നശിച്ച ഒന്നായിരിക്കുമെന്നതാണ്. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നന്മയുടെ ഒരു അംശം പോലും ലജ്ജയില്ലാത്ത ആളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അൽ ഈമാനു ബിദഉൻ വസബഊന ശുഅബ വഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാൻ എന്ന് പറഞ്ഞാൽ 70 പരം ശാഖകളുണ്ട്. അതിൽ ഒന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്. അതിന്റെ അവസാനത്തത് വഴിയിൽ മാർഗതടസ്സമുണ്ടാക്കുന്നതിനെ മാറ്റുക എന്നുള്ളതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു ശുഅബത്തുൻ മിനൽ ഈമാൻ, അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. നിങ്ങൾ ആലോചിച്ച് ഈമാന്റെ 70 ശാഖ റസൂൽ പറയാ. ഒന്നാമത്തതും പറഞ്ഞു, അവസാനത്തതും പറഞ്ഞു. എന്നിട്ട് ആ 1 മുതൽ 70 വരെയുള്ളത് ഈ പ്രവാചകൻ ആ ഹദീസിൽ ചേർക്കുകയാണ്, അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ആ 70 ലജ്ജ ഉണ്ടിട്ടോ വേറൊന്നും പറഞ്ഞില്ല. ആ ഹദീസിൽ സ്പെഷ്യലായിട്ട് റസൂൽ പറയാണ്, ലജ്ജ ആ 70 ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഈമാൻ നിരുമ്പിപ്പോകാൻ, ഈമാൻ കുറഞ്ഞു പോകാൻ, ഇല്ലാതായി പോകാൻ ഈ ലജ്ജയുടെ കാര്യത്തിൽ അയാൾ സൂക്ഷിക്കുന്നില്ലെങ്കിൽ സാധ്യതയുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ലജ്ജയെയും വിശ്വാസത്തെയും പരസ്പരം പൂരകങ്ങളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, ഇരട്ടയെപ്പോലെയാണ്. ലജ്ജയില്ലാത്തവർ അവർക്ക് തീരെ ഈമാൻ ഉണ്ടാവില്ല, ഈമാനില്ലാത്തവർക്ക് തീരെ ലജ്ജയും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം തോന്നിവാസം കാണിക്കാൻ, തോന്നിവാസം പഠിപ്പിക്കാൻ, തോന്നിവാസം പ്രചരിപ്പിക്കാൻ അതിലൊക്കെ അവരുണ്ടാകും. അതിന്റെ ആളുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ഓരോ ഉണ്ടാകും. ആ സദസ്സ് ഉണ്ടാക്കാൻ, ആ സദസ്സ് ഉഷാറാക്കാൻ, ആ സദസ്സിൽ സന്നിഹിതരാകാൻ, ആ സദസ്സിന് ചെലവ് കൊടുക്കാൻ, ആ സദസ്സിന്റെ ഒരാളാകാൻ, അയാളെടുത്ത് നിന്നിട്ടൊരു ഫോട്ടോ എടുക്കാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഉളുപ്പില്ലാത്ത കളിന്റെ കൂടെ ഞാനും ഉണ്ടായിക്കോട്ടെ എന്നുള്ളൊരു ത്വര അവർക്ക് വരും. ആ വന്ന ആളുടെ പ്രത്യേകത എന്താ? അവൻ ഉളുപ്പില്ലാത്തവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മൾ എല്ലാവരും കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതറിയോ, തആവനു അലൽ ബിർരി വത്തഖ്വ. ഖുർആൻ പറയാണ്, നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തോളി? പരസ്പരം സഹകരിച്ചോളി. പരസ്പരം സഹകരിക്കുകയാണെങ്കിൽ തഖ്വയുടെ കാര്യത്തിലും നന്മയുടെ കാര്യത്തിലും നിങ്ങൾ ആയിക്കോളൂ. വതആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന് പറഞ്ഞാൽ ശത്രുതക്കും തിന്മക്കും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യരുത്? സഹകരിക്കാൻ പാടില്ല. എന്ത് കാര്യത്തിലും നമ്മളുടെ അജണ്ട അതായിരിക്കും. ഞാനൊരു മുഅ്മിനാണ്, ഞാനൊരു മുസ്ലിമാണ്, അതുകൊണ്ട് തന്നെ നല്ല കാര്യത്തിൽ ഞാൻ റെഡിയാണ്. തഖ്വന്റെ കാര്യത്തിൽ തഖ്വ ഉണ്ടാക്കുന്ന ഒരു പരിപാടി, അതിനൊന്നും വലിയ ആവേശമില്ല ആൾക്കാർക്ക്. അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിലൊരു വയലുണ്ട്, നമ്മുടെ നാട്ടിലൊരു ഖുർആൻ ക്ലാസ് ഉണ്ട്, ഒരു സദസ്സ് സംഘടിപ്പിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അതിന്റെ ചെലവുണ്ടെന്ന് പറഞ്ഞ് കളക്ഷന് പോയാൽ 200 രൂപ അല്ലെങ്കിൽ 50 രൂപ. എന്നാലോ നമ്മുടെ നാട്ടിൽ ഇന്ന് ആളെ കൊണ്ടുവരുന്നുണ്ട്, ഒരു പാട്ട് ഒരു പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വമ്പിച്ചൊരു വാർഷികമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ വക 10,000 രൂപ. ശ്രദ്ധിച്ചു നോക്കിയേ. ഇതാരും ബാധിക്കില്ല, പക്ഷെ ഇത് ചെയ്തോരെ ബാധിക്കണം.
നമ്മൾ സൂക്ഷിക്കണം. ഇനി മുതൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഇതുവരെ ചെയ്തത് പുറത്തു തരുമാറാവട്ടെ. എവിടെയാണ് പ്രശ്നം വരുന്നത്? നന്മയുടെ കാര്യത്തിൽ സഹകരിക്കൂ എന്ന് ഖുർആൻ പറയുന്നു, നമ്മളുടെ സഹകരണം കുറയുന്നു. തിന്മയുടെ കാര്യത്തിൽ സഹകരിക്കല്ലേ എന്ന് പറഞ്ഞത്, കുറച്ച് സഹകരിച്ചോളിന്നല്ല, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? തെറ്റിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇബ്നുൽ ഖയ്യിം അൽ ജൗസി അദ്ദേഹം പറഞ്ഞതാണ്, ലജ്ജയില്ലാത്തവന്റെ രൂപത്തിൽ മാത്രം മനുഷ്യത്വം അവശേഷിക്കും. കാണാനൊക്കെ ആയിരിക്കും, സെറ്റായിരിക്കും, പക്ഷേ അവനിൽ അവശേഷിക്കുക മാംസവും രക്തവും മാത്രമാണെന്ന് പ്രഗത്ഭനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്താ സംഭവം? ആകർഷിക്കപ്പെടും, പക്ഷെ ഒന്നിനും പറ്റൂല എന്നാണ് അദ്ദേഹം പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ എന്ന് പറഞ്ഞാൽ തിന്മ മാത്രമേ അത് കൊണ്ടുവരികയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അൽ ഹയാ ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലേക്ക് തിന്മ ഇങ്ങനെ കയറി വരും. ഹയാ ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന് നന്മയല്ലാത്തതൊന്നും ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഇനിയോ അവിടെ വെച്ച് വീണ്ടും വിശദീകരിക്കുകയാണ് പണ്ഡിതന്മാർ. ഹയാ എന്നത് നന്മ മാത്രമേ കൊണ്ടുവരൂ. തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്നവൻ അവൻ ചെയ്യുന്നത് തന്റെ സൃഷ്ടാവിന്റെ മുന്നിൽ തന്നെ വളർത്തുന്ന, എങ്ങനെയാണ് തനിക്ക് ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന എന്നതൊക്കെ മറന്നുകൊണ്ടുള്ള തോന്നിയാസങ്ങളായിരിക്കും അവന്റെ ജീവിതത്തിൽ കടന്നു വരിക. അതുകൊണ്ട് തിന്മ ചെയ്യുന്നവർക്കെതിരെ ആലോചിക്കും, തിന്മ ചെയ്യുന്നവർക്കെതിരെ ഉപദേശിക്കുന്ന ആളുകളോട് വരെ നമുക്കൊരു നീരസം. എന്തിനാ അയാൾ അങ്ങനെ കടുപ്പത്തിൽ പറയുന്നത്? എന്നാൽ ചെയ്തോളോട് അത്ര ഉറപ്പ് നമുക്ക് ഉണ്ടാവില്ല. അതും ലജ്ജയില്ലാത്തവന്റെ ലക്ഷണമാണ്. മനസ്സിലായില്ലേ? ലജ്ജ, അതായത് ഒരു നന്മ ഉപദേശിക്കാൻ അതിന് നമുക്കൊരു കുറവ്, ഒരു നാണം. വെറുതെ കാക്കാനോടത് പറയണ്ട, അത് വെറുതെ നമുക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. തിന്മയാണെങ്കിലോ തിന്മ പ്രചരിപ്പിക്കാൻ കാക്ക നമുക്ക് ഇന്നൊരു സിനിമക്ക് പോയാലോ, അല്ലെങ്കിൽ നമ്മൾ ടൂറിൽ ഇന്ന് അത് കൊള്ളിച്ചാലോ, അല്ലെങ്കിൽ ഇന്നടത്തേക്ക് പോയാലോ എന്നിടത്തേക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കതില്ല. ഈ കാക്കാനോടല്ല മോശമല്ലേ ചോദിക്കുന്നത്, ആ ഉളുപ്പ് നമുക്ക് വരാറില്ല. വെക്കേഷനിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മെ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ട് മാറാനുള്ള മനസ്സ് നമുക്കൊക്കെ തെരുമാറാവട്ടെ. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ അല്ലാഹുവിന്റെ കാര്യത്തിൽ ലജ്ജയുള്ളവരാവണേ. സഹാബാക്കൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ ലനസ്തഹി വൽഹംദുലില്ലാ, ഞങ്ങൾ ആ കാര്യത്തിൽ എന്താണ് സൂക്ഷ്മാലുക്കളാണ് റസൂലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ദാക, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു കൊടുക്കണം, നമ്മളെല്ലാവരും നോട്ട് ചെയ്തോളി, അൻ തഹ്ഫള റഅസ വമാ വഅ, നീ നിന്റെ തലയും അത് ഉൾക്കൊള്ളുന്നവയും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ലജ്ജ. എന്ന് പറഞ്ഞാൽ അനാവശ്യമായത് ചിന്തിക്കുക. ഞങ്ങൾ ആലോചിക്കുക, ചില ആൾക്കാർ തെറ്റൊന്നും ചെയ്യൂല, പക്ഷെ ഈ തെറ്റുകൾ ഇങ്ങനെ ആലോചിക്കാനും അങ്ങനെയുള്ള തിന്മകൾ ഇങ്ങനെ കൗതുകത്തോടെ ഓർത്തിട്ട് രസിക്കാനും ചില ആളുകളുടെ കൽബ് വരാറുണ്ട്. ഉറപ്പില്ലാത്തവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ മനുഷ്യൻ. ഇനി പ്രവാചകൻ പറയുകയാണ്, എന്താണ്? വൽ ബത്ന വമാ ഹവ, നിന്റെ വയറും അത് ഉൾക്കൊള്ളുന്നതും നീ സംരക്ഷിക്കുക എന്നുള്ളത് നിന്റെ ഹയായിൽപ്പെട്ടതാണ്, ലജ്ജയിൽപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ആരറിഞ്ഞാലും പ്രിയപ്പെട്ടവരെ, അറിഞ്ഞിട്ടില്ലെങ്കിലും അരുതാത്തതും പറ്റാത്തതും പാടില്ലാത്തതും വിരോധിച്ചതും നിന്റെ വയറ്റിലെത്തുന്നില്ല, നിന്റെ ഉള്ളിലെത്തുന്നില്ല. വൽ ബത്ന വമാ ഹവ എന്ന് പറഞ്ഞാൽ നിന്റെ വയറും അത് ഉൾക്കൊള്ളുന്നു. തിന്നിട്ടില്ലല്ലോ, കുത്തിച്ചതാണല്ലോ, തിന്നിട്ടില്ലല്ലോ, അത് തേച്ചതാണല്ലോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പറ്റൂല. അത് ഉപയോഗിക്കുന്നവർ ഉറപ്പില്ലാത്തവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തദക്കറുൽ മൗത, നിന്റെ മരണത്തെ ഓർത്തുകൊണ്ട് നീ ജീവിക്കുക എന്നതും, അതുപോലെ തന്നെ വമൻ അറാദൽ ആഖിറത തറക സീനത ദുനിയ, ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ ദുനിയാവിന്റെ സുഖാനുഭൂതികളെ, അലങ്കാരത്തെ അവൻ വെടിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫമൻ ഫഅല ദാലിക, ഇതാണ് കാര്യം. അങ്ങനെ ആരായോ ഇസ്തഹീ മിനല്ലാഹി ഹഖുൽ ഹയാ, അള്ളാഹുവുമായിട്ട് ഹക്കായ ലജ്ജയുള്ള ആളതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് സഹാബാക്കൾക്ക് പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നമ്മളൊക്കെയും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെയും ജീവിതത്തിൽ ഇങ്ങനെ അലങ്കാരങ്ങൾ, ആസ്വാദനങ്ങൾ, സുഖങ്ങൾ, നമ്മളിപ്പോ മൈ ചോയ്സ്, മൈ ലൈഫ് എന്നൊക്കെ മക്കളെ പറ്റി പറയുകയും രക്ഷിതാക്കളായ നമ്മളും കുറെ അങ്ങോട്ടൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം, അല്ലേ? ആലോചിക്കുക, നമ്മളൊക്കെ കുറെ കാര്യത്തിൽ സമ്മതം മൂളുന്നതുകൊണ്ടാണ് മക്കൾ ആ വഴിയിൽ വേഗത്തിൽ സഞ്ചരിക്കുന്നതും വളരുന്നതും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെയും ശ്രദ്ധിക്കുക, എല്ലാം നശിപ്പിച്ചു കളയുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിൽ പ്രിയപ്പെട്ടവരെ, ഉളുപ്പില്ലാതെ ജീവിച്ചവനായിട്ടാണ് നമ്മളുടെ മരണമെങ്കിൽ നമ്മൾ അള്ളാന്റെ മുന്നിൽ ഈമാനില്ലാത്തവരായിട്ടാണ് കടന്നു വരിക എന്ന ഓർമ്മയുണ്ടാകണം. അത് മാത്രവുമല്ല, ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? യദ്ഖുലു ഫീഹി, ഈ പറഞ്ഞതിലൊക്കെ പെട്ടതാണ് ഹൈഫുദുസ് സമ്മ,
ചെവിയെ, കേൾവിയെ സംരക്ഷിക്കും. തെറിയും പൂരത്തെറിയ അല്ലെ, ആളുകൾ ഇങ്ങനെ രണ്ടാളുകൾ തമ്മിൽ വമ്പിച്ച തർക്കവും അനാവശ്യമായ പൂരത്തെറിയും അങ്ങാടിയിൽ നിന്ന് ഇങ്ങനെ പറയുന്നു എന്ന് കേട്ടാൽ നമ്മൾ അവിടെ തമ്പടിക്കും. അവന്റെ ഇടത്തെ ചെവിന്റെ അടുത്ത് നമ്മളുണ്ടാവും അല്ലെ, വലത്ത് ഭാഗത്തിൽ നമ്മളതിന്റെ നടുവിലുണ്ടാവും. എന്ത് തോന്നിയാസം പറയാം, അത് സിനിമയിലാവട്ടെ, സ്റ്റേജിലാവട്ടെ, രാഷ്ട്രീയ പ്രസംഗങ്ങളിലാവട്ടെ. ഇനി പരസ്പരം അസഭ്യം പറയുന്ന രണ്ടാളുകൾ തമ്മിൽ തർക്കത്തിനിടയിലാവട്ടെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ചെവിയെ സംരക്ഷിക്കൂ. അത് ലജ്ജയുടെ ഭാഗമാണെന്ന്. ഇനിയോ ഹൈഫുൽ ലിസാൻ, നിങ്ങളുടെ നാവിനെ സംരക്ഷിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ ഖുർആൻ എത്ര ആയത്താ പറഞ്ഞില്ല, യസർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരുപാട് സ്ഥലത്ത് പറഞ്ഞില്ലേ. നാവുകൊണ്ട് മോശം പറയല്ലേ, കളിയാക്കല്ലേ, കളവ് പറയല്ലേ, അസഭ്യം പറയല്ലേ. എത്ര ആയത്ത നാവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്കത് ഒരു ഖുതുബക്ക് തന്നെ എത്ര പറയാനാണ്. നമ്മുടെ നാവിനെ നമ്മൾ സംരക്ഷിക്കും. ഉളുപ്പുള്ളവനാണെങ്കിൽ എന്ത് തെറി നമ്മളോട് ഒരുത്തൻ ഏതാണ് പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് അങ്ങോട്ട് പറയലല്ല പ്രിയപ്പെട്ടവരെ. ലജ്ജ, അനങ്ങാതിക്കുക. അറിയാഞ്ഞിട്ടല്ല, നമുക്ക് പറ്റാത്തോണ്ടാ, നമുക്ക് പാടില്ലാത്തതുകൊണ്ട് നാവ് അടയ്ക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങളും നിങ്ങളുടെ വധുവും തമ്മിൽ വീട്ടിനകത്തൊരു തർക്കം തുടങ്ങിയാൽ പുരുഷനോട് പറഞ്ഞത് ഇറങ്ങി നടന്നോളി, പുറത്തേക്ക് ഇറങ്ങി പോവുക. എങ്കിലെന്താണ്, അധികം അങ്ങോട്ട് തീ പിടിക്കില്ല, അങ്ങ് ഡൗൺ ആവും. നമ്മൾ ഇറങ്ങിപ്പോയാൽ മുപ്പത്തിക്ക് രണ്ട് മനസ്സാ വരും, പാവം ഉണ്ടാവുന്നു. രണ്ടാമത്തത് ഞാൻ ജയിച്ചു. ഇത് രണ്ടുണ്ടായാൽ തന്നെ എന്തായി, അടുത്ത പ്രശ്നം അവിടെ സോൾവ് ആവും. രണ്ടാമത് കയറി വരുമ്പോഴത്തേക്ക് നമുക്കുള്ള ചായയും കടിയൊക്കെ അവിടെ റെഡി ആയിരിക്കും. ഇറങ്ങിപ്പോകാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആലോചിക്കേ, മിണ്ടരുത്, നല്ലത് പറയാ, ഒന്നുകിൽ നല്ലത് പറയാ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹൈഫുൽ ബസ്റ, കാഴ്ചയെ. അള്ളാഹിനെ ഓർത്തിട്ട് ഞങ്ങളോട് പറയാണ്, നമ്മുടെയൊക്കെ കണ്ണുകൾ സഞ്ചരിക്കും. കാണലും നോക്കലും രണ്ടാട്ടോ, കാണലും നോക്കലും രണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഒരു അന്ധനായ ഒരു ചെറിയ പൈതലിനെ അല്ലെ ഒരു അറബി ഇങ്ങനെ അഭിമുഖം നടത്തുന്നുണ്ട്. എനിക്ക് കാഴ്ച കിട്ടാൻ താല്പര്യമുണ്ടോ? കാഴ്ച കിട്ടിയാൽ എനിക്ക് എന്താണ് എന്റെ സ്വപ്നം? പറഞ്ഞെന്തറിയോ, ഇന്നത്തെ ദുനിയാവിന്റെ അവസ്ഥ കേട്ടിട്ട് കാഴ്ച കിട്ടണ്ടെന്നാണ് എന്റെ ആഗ്രഹം. കുട്ടി പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആലോചിക്കും, എന്തിന് എന്റെ ഈ കണ്ണുകൊണ്ട് ഇനിയും കുറെ തിന്മ കാണാനോ? കുട്ടിയുടെ അടുത്ത ചോദ്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകൾ ഫോണിൽ ഡയറക്റ്റായിട്ടും എല്ലാ സമയത്തും എന്താ പറയാ, അള്ളങ്ങനെ പരീക്ഷിക്കും. മുമ്പിൽ ഇങ്ങനെ കൊഴുത്തതിനെ കൊണ്ട് ഇട്ട് തരും. ഹുദൈബിയ സന്ധിയിലായ ആയത്ത് വന്നില്ലേ അല്ലേ? വേട്ടയാടൽ, ഇഹ്റാമിലായിരിക്കെ വേട്ടയാടൽ നിരോധിച്ചു. സഹാബാക്കൾ പറയാണ്, ഈ ആയത്തിറങ്ങിയതിന് ശേഷം കൊഴുത്ത ആടുമാടുകൾ ഇങ്ങനെ നമ്മളെ ചുറ്റും വരും. ഒരു കല്ല് തട്ടിയിട്ട് അതിനെ കിട്ടും, ഒന്ന് കയ്യിലിട്ട് അതിനെ പിടിക്കാൻ പറ്റും. പക്ഷെ ആയത്തിറങ്ങി പോയിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റൂല. അന്ന് ആടുമാടുകളെ വേട്ടയാടുന്നതിനെതിരാണ് ആയത്തെങ്കിൽ ഈ ആയത്താമത്തിന് തോന്നുക എന്താണ്, ഈ പാടില്ല എന്ന് പറഞ്ഞ സാധനമൊക്കെ കണ്ണിന്റെ മുന്നിലാണ്. അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് വരും, എല്ലാം വരും, എല്ലായിടത്തും മണിയറയിലെത്തിച്ചു അല്ലേ? അത്ര സെറ്റപ്പായിപ്പോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കണ്ണുകളെ ശ്രദ്ധിക്കുക. ഇനിയോ ഹറാമാക്കിയതൊന്നും ഉള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല നമ്മൾ ഉറപ്പുവരുത്തുക. ഇതൊക്കെ പണ്ടുള്ള പണ്ഡിതന്മാരൊക്കെ ചെയ്ത സാധനല്ലേ. ഇന്നെന്ന പണ്ഡിതനൊക്കെ വലിച്ചിട്ടില്ല എന്നൊക്കെ ചില ആൾക്കാർ ഫത്വ പറയില്ല. ഓർക്ക് വലിക്കാൻ, ഓര് വലിച്ച ഓർക്ക് പോയി ഓര് ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് അള്ളാഹ് ഓർക്ക് പുറത്തു കൊടുക്കും. ഇനി ഓര് ഇസ്തിഗ്ഫാർ ചെയ്തു കൊടുത്തിട്ടില്ല, നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹ് അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്നതല്ലാതെ അത് നമ്മൾ ചെയ്യാനുള്ള എന്തല്ല ലൈസൻസ് അല്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. പലപ്പോഴും പല തിന്മകളും ആളുകളും മുളച്ചു പൊന്തിക്കുക. എങ്ങനെയാണെന്നറിയോ? മറ്റാൾ ചെയ്യുന്നുണ്ടല്ലോ നോക്കിയിട്ട്. അല്ലേ നമ്മൾ ഉപദേശിക്കുമ്പോൾ എന്താ പറയാ, നിങ്ങൾ ആദ്യം മൂപ്പരെ പോയി പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇന്നാളെ പോയി പഠിപ്പിക്കും. ഇത് വെച്ചിട്ടാണ് നമ്മക്കൊരു ഓപ്പൺ നമ്മൾ ഉണ്ടാക്കുക. അത് തെറ്റാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കുക. അതും നമ്മുടെ ലജ്ജയുമായി ബന്ധപ്പെട്ട വല്ലാത്തൊരു അപകടമാണ് എന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നത്തെ പ്രതാപം, സാമ്പത്തികമായ കുടുംബപരമായ പ്രതാപങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ പലപ്പോഴും നമ്മുടെ ഇസ്സത്ത് പോലും കളഞ്ഞിട്ടാ. സാമ്പത്തികമായിട്ട് കുറച്ച് ഉന്നതിയിലുള്ള ആളുകളെ വരെ വെടക്കാക്കാൻ കുറച്ച് ആൾക്കാരുണ്ടാവും. സത്യം കുടുംബത്തിലുണ്ടാവും. ചില യുവാക്കളായിരിക്കും, ചില ചങ്ങാതിമാരായിരിക്കും. പൈസക്ക് നമുക്ക് അങ്ങനെ ആക്കാം, അവിടെ പോവാ, സ്വിറ്റ്സർലാൻഡിൽ പോവാ, മറ്റെടുത്ത് പോവാ, തായ്ലൻഡിൽ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്റെ പൈസ നല്ലതിന് ഉപയോഗിക്കേണ്ട പണം ഈ ചെക്കൻ ഇതുവരെ അതൊന്നൊരു പള്ളി ഉണ്ടാക്കാൻ നമുക്ക് കൊടുത്തുകൂടെ ചോദിച്ചു പോയിട്ടുണ്ടാവില്ല. ഈ തോന്നിയാസങ്ങൾക്ക് നമുക്ക് റിസോർട്ടിൽ പോയാലോ, അവിടെ പോയാലോ, അടിച്ചു പൊളിച്ചാലോ, ഇന്നടുത്ത് പോയാലോ എന്ന് പറഞ്ഞിട്ട് സാമ്പത്തികമായിട്ട് സെറ്റപ്പുള്ള ആളുകളെ വരെ കൂട്ടുകാർ, കുടുംബക്കാർ, ഏട്ടന്മാർ, അനുജന്മാർ എന്ന് പറഞ്ഞ ആളുകൾ തെറ്റിക്കാറുണ്ട്.
ഉളുപ്പില്ലായ്മയാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടു കൂട്ടരും അത് സൂക്ഷിക്കേണ്ടതുണ്ട്. ഇനിയോ ഈ കൂട്ടുകാരൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവോ? കബറിൽ ഉണ്ടാവില്ല. എന്റെ ഹിസാബിൽ അവന്റെ ഇബാദത്ത് കയറി വരുമോ? ഒരിക്കലും വരില്ല. അങ്ങനെ ഒരു അമലും നിനക്ക് വേണ്ടി ഓൻ ചെയ്തിട്ടും ഉണ്ടാവില്ല. നമ്മൾ കുടുങ്ങാൻ ചെയ്യാം. നേരെ മറിച്ചോ നല്ല മാന്യനായി ജീവിക്കുന്ന നമ്മളുടെ മാന്യതയുടെ മൂടുപടം കീറാൻ, അല്ലേ, നമ്മളെ മോളെയോ മോന്റെയോ കല്യാണമൊക്കെ ആകുമ്പോൾ കുറച്ച് ആളുകൾ ഇങ്ങോട്ട് കൂടും. ഞായറാഴ്ചയാണ് കല്യാണം, ബുധനാഴ്ച മുതൽ ഇങ്ങനെ കറങ്ങിക്കളിച്ച് അവസാനം നമുക്ക് അല്ല ശനിയാഴ്ച രാത്രി മറ്റേതാക്കിയാലോ, നമ്മളെ വകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പാസ്സാക്കി എടുക്കും. എന്നിട്ട് അവസാനം ഇയാളോട് പൈസ വാങ്ങും, അയാളെ മോളെ പിയാപ്പിളോട് പൈസ വാങ്ങും. ഇവൻ ഒരു ചെലവും ഉണ്ടാവില്ല. ഉള്ള തോന്നിയാസങ്ങൾ മുഴുവൻ അവിടെ കൊണ്ടുവരും. ആരായിരിക്കും അതിൽ ഉളുപ്പ് കെട്ടവനായി തലതായിരുന്നു പോവുക? ഈ വീട്ടുകാരന്. ഏത് ബുദ്ധിയുള്ളവനും ചിന്തിക്കേണ്ട, ഓനത് ചെയ്യരുതായിരുന്നു, കൊടുക്കരുതായിരുന്നു എന്നല്ലേ പ്രിയപ്പെട്ടവരെ. ഇതൊക്കെയും സമൂഹം പലപ്പോഴും പലരെ കൊണ്ടും ചെയ്യിക്കുന്ന തെറ്റായിട്ട് മാറാറുണ്ട്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനിയോ സഹോദരിമാരോട്, പ്രിയപ്പെട്ട ഉമ്മമാരോടും പെങ്ങന്മാരോടും നമ്മളുടെ ചില ഹുതുബകൾ നമ്മൾ എല്ലാവരെയും കേൾപ്പിക്കണം. ചില ആളുകൾക്ക് ഉപകരിക്കും. ആ മിമ്പറിൽ ആരായാലും ശരി, പ്രിയപ്പെട്ടവരെ ഉപകരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. സഹോദരിമാരെ, ഈ ലജ്ജയുടെ കാര്യത്തിൽ ഇന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ഡിതന്മാരൊക്കെ പറഞ്ഞറിയോ, പുരുഷനേക്കാളും 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ലജ്ജ ഉണ്ടാവണം സ്ത്രീകൾക്ക്. പുരുഷനേക്കാളും ലജ്ജ വേണ്ടത് സ്ത്രീകൾക്കാണ്. ലജ്ജയില്ലെങ്കിൽ പുരുഷനേക്കാളും വൃത്തികെട്ട അവസ്ഥയാണ് സ്ത്രീക്കുണ്ടാകുക. നമ്മളിപ്പോ അനുഭവിച്ചു കൊടുക്കല്ലേ, അല്ലേ? ആലോചിച്ചു. എന്നാൽ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭംഗി എന്താ? ഓരോ മനുഷ്യന്റെയും വ്യത്യസ്തത, അതാണല്ലോ അവന്റെ സ്വഭാവം. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ത്രീയുടെ മാറ്റി കൂട്ടുക, പ്രിയപ്പെട്ടവരെ, ആ പെണ്ണിന്റെ ലജ്ജയാണ്. അല്ലാത്തതൊന്നും ഒരു മാറ്റം കൂട്ടൂല. താൽക്കാലികമായ ഒരു ശോഭയുണ്ടാകുന്നല്ലാതെ പിന്നെ അതിനേക്കാൾ നല്ലതും തെരഞ്ഞ ആളുകളും. നേരെ മറിച്ച് മാന്യതയുള്ള, ലജ്ജയുള്ള, ഉളുപ്പുള്ള, അവധാനതയുള്ള, സൂക്ഷ്മതയുള്ള ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, പെണ്ണന്മാരെ, നിങ്ങളുടെ മാർക്കറ്റ് അതാണ്. ലജ്ജയുള്ള ഒരു പെണ്ണായി ജീവിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മാർക്കറ്റ്. അതിനേക്കാൾ വലിയൊരു മാന്യത ഒരു പെണ്ണിന് കിട്ടാനില്ല. അതാണ് ഏറ്റവും വലിയ ഭംഗിയും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്മലു ഷൈഇൻ ഫീ മർഅ അൽ ഹയാ, ഒരു സ്ത്രീയുടെ ഭംഗിയുള്ള കാര്യമെന്നത് അത് ലജ്ജയാണ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതതിന്റെ അപ്പുറത്തൊന്നുമില്ല. അവൾ എന്തിട്ടിട്ടും കാര്യമില്ല, എന്ത് കഴിച്ചിട്ടും കാര്യമില്ല, എന്ത് കാണിച്ചിട്ടും കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, ആ ഉളുപ്പ് നമുക്കുണ്ടാകുക നാം. ഇനി മാത്രവുമല്ല, ഇമാം ബൈഹഖി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കും, എല്ലാ മതങ്ങൾക്കും സ്വഭാവമുണ്ട് എന്നിട്ട് പറഞ്ഞു, വഇന്ന ഖുലുഖൽ ഇസ്ലാമി അൽ ഹയാ, ഇസ്ലാമിന്റെ സ്വഭാവം എന്നത് ലജ്ജയാണ്. അതായത് ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്ന സൽസ്വഭാവം എന്നത് ലജ്ജയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി മിമ്മാ അദ്റക അന്നാസ് മിൻ കലാമി നുബുവത്തിൽ ഊലാ ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. എന്താ പറഞ്ഞത്? പൂർവകാല പ്രവാചകന്മാരിലൂടെ എല്ലാം സമൂഹത്തിന് ലഭിച്ച വഹിയിൽപ്പെട്ടതായിരുന്നു ഉളുപ്പ് എന്ന് പറഞ്ഞ സംഗതി. എല്ലാ പ്രവാചകന്മാരും പ്രബോധനം നടത്തുമ്പോൾ അവരുടെ വഹിയിൽപ്പെട്ടതായിരുന്നു ലജ്ജ പഠിപ്പിക്കാൻ, ഉളുപ്പുള്ളവരാക്കി എടുക്കുക എന്നുള്ളത്. എല്ലാ പ്രവാചകന്മാർക്കും വന്നതായിരുന്നു ഇത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ ആകുമ്പോൾ എന്നിട്ട് പറയാണ്, ഇദാലം തസ്തഹി, ആ ലജ്ജയില്ലെങ്കിൽ ഫസ്നാ മാ ശിഅത, നിനക്ക് തോന്നിയതുപോലെ ജീവിച്ചോളി. ലജ്ജയില്ലെങ്കിൽ നമുക്കത് ലൈസൻസാണ് എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഇനിയോ ഇന്നൽ ഹയാഇ സിനാജുൻ യസൂനു കറാമത്തുൽ മുസ്ലിമ, ഒരു മുസ്ലിമത്തായ സ്ത്രീയുടെ ആദരവും ബഹുമാനവും കാരണം അതിന്റെയൊക്കെ ബൗണ്ടറി എന്നത് ലജ്ജയാണ്. അവൾ ആദരിക്കപ്പെടുന്നതും ബഹുമാനിക്കപ്പെടുന്നതും എല്ലാ മ്ലേച്ഛതയിൽ നിന്നും അവളെ തടയുന്നതും മോശമായ വാക്കുകളിൽ നിന്നും അവളെ തടയുന്നതും, അതേപോലെ തന്നെ ഒരു സ്ത്രീയുടെ മേൽ പൂർത്തിയാകുന്ന എല്ലാ സൽസ്വഭാവത്തിന്റെയും മാതൃക എന്നത്, അതിന്റെ ഭംഗി എന്നത് പ്രിയപ്പെട്ടവരെ ലജ്ജയാണ് എന്ന്. ലജ്ജയാണ് അതിന്റെ ഭംഗി. സംസാരത്തിൽ, അവളുടെ നടുക്കത്തിൽ, അവളുടെ വസ്ത്രത്തിൽ, അവളുടെ ഇടപാടിൽ, അവളുടെ ഒതുക്കത്തിൽ, അവളുടെ നഗ്നതയുടെ മറക്കലിൽ, അതേപോലെ അവളുടെ ആളുകളുമായിട്ടുള്ള സമീപനത്തിൽ, പബ്ലിക്കിലേക്ക് വരുമ്പോഴുള്ള അവളുടെ സൂക്ഷ്മതയിൽ, സംസാരത്തിലുള്ള അവളുടെ സൂക്ഷ്മതയിൽ, അവധാനതയിൽ, ആളുകളുമായിട്ട് സമ്പർക്കം പുലർത്തുന്നിടത്ത് അവൾ കാണിക്കുന്ന ശ്രദ്ധയിൽ, കല്യാണപ്പുരകളിൽ, റിസോർട്ടുകളിൽ, ടൂറുകളിൽ, ടൂർ ബസ്സുകളിൽ, എല്ലായിടത്തും ഒരു പെണ്ണ് കാണിക്കുന്ന അദബുണ്ടല്ലോ, അത് അപാരമാണ്. അതാണ് അവളുടെ ലജ്ജ എന്നത്. ഇനിയോ എത്ര ചരിത്ര പ്രിയപ്പെട്ടവർ, പരിശുദ്ധ ഖുർആനിൽ എത്രയുണ്ടെന്നറിയുമോ? സൂറത്തുൽ ഖസസിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ട് സഹാബാക്കൾക്ക് മുൻകാലങ്ങളിൽ കടന്നുപോയിട്ടുള്ള പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ എത്രയുള്ളത്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഓർമ്മയില്ലേ? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന്
മദിയനിലേക്ക് എത്തിയ സന്ദർഭത്തിൽ, ആ സമയത്താണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് വലമ്മ വറദ മാഅ മദിയന വജദ അലൈഹി ഉമ്മത്തൻ മിനൻ നാസ് യസ്കൂൻ വവജദ മിൻ ദൂനിഹിം ഇംറഅതാനി തസൂദാൻ. അവിടെ ഒരു സംഘം ആളുകൾ, ആ നാട്ടുകാർ വെള്ളത്തിന്, അവിടെ ആടുമാടുകൾക്ക് വെള്ളം കിട്ടാഞ്ഞിട്ട് വെള്ളത്തിന് വേണ്ടി ഞാൻ ചുരുക്കുന്ന സമയം കഴിഞ്ഞു. ആ ക്യൂ നിൽക്കുന്ന സമയത്ത് വവജദ മിൻ ദൂനിഹിം ഇംറഅതാനി തസൂദാൻ, രണ്ട് പെൺകുട്ടികൾ, സ്ത്രീകൾ ഇങ്ങനെ മാറി നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? കാലമാ ഹത്തുബുക്കുമാ കാലത്താല നസ്കി ഹത്താ ഇസ്തിററിയ. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇതെന്തെങ്കിലും മാറി നിൽക്കുന്നു വെച്ചപ്പോൾ അവിടെ ഫുള്ള് ആണുങ്ങളാണ്, ഞങ്ങളെ വാപ്പക്ക് സുഖമില്ല, ഞങ്ങളെ വെള്ളത്തിന് പറഞ്ഞയച്ചതാണ്. അപ്പൊ ആണുങ്ങളുള്ളിടത്ത് കുത്തി കയറി പോകാത്തൊരു രണ്ട് സ്ത്രീകൾ. സുബ്ഹാനല്ലാഹ്, നമ്മളെ അവസ്ഥ എന്താ? റേഷൻ കടയിൽ പോയാലും, കല്യാണപ്പുരയിലും, മറ്റേ ബുഫയുടെ വഴിയിൽ പോയാലും, ബസ്സിൽ കയറിയാലും, ബസ് സ്റ്റാൻഡിൽ പോയാലും എന്താ ഇവരെ ലഹള, പള്ളിയിൽ എന്താ ലഹള ആലോചിച്ചോക്കെ. ഇവർ മാറി നിൽക്കുക. എന്നിട്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? വെള്ളം എടുത്തു കൊടുത്തു. അങ്ങനെ അവർ പോയി. പിന്നെ ആ പെണ്ണ് ഈ കഥയൊക്കെ പറഞ്ഞപ്പം ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളാണ് ആ ചരിത്രം പറയുന്നത്. ആ ഷുഐബ് നബി പറഞ്ഞു, ആരാണിത്? അവരെ വിളിച്ചു വാങ്ങുക. അങ്ങനെ ആ സ്ത്രീ, അതിൽ ആ രണ്ടിലൊരാൾ വന്നു. എന്താ പറയുന്നറിയോ? ഫജാഅത്തി ഇഹ്ദാഹുമാ തംശി അല ഇസ്തിഹ്യ. ആ രണ്ടിലൊരാൾ വന്നു വളരെ ലജ്ജയോടുകൂടി. എന്നിട്ട് അത് പ്രത്യേകം പറയുന്നുണ്ട് ഖുർആൻ. അള്ളാഹുവാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹുവാണ് എല്ലാ ലജ്ജയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ആരാ പറയുന്നത്? ആകാശലോകങ്ങളുടെ അധിപനായ, എല്ലാം അറിയുന്ന, മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറിയുന്ന, കട്ടുനോട്ടം അറിയുന്ന, വികാരങ്ങൾ അറിയുന്ന പടച്ചോൻ പറയാണ് എല്ലാ ലജ്ജയും ഉൾപ്പെട്ടുകൊണ്ട് ഫജാഅത്തി ഇഹ്ദാഹുമാ തംശി അല ഇസ്തിഹ്യ. ലജ്ജയിൽ, മാന്യതയിൽ വന്നിട്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു. എന്താ പറയുന്നത്? നിങ്ങൾ ഞങ്ങൾക്ക് വെള്ളം എടുത്തതിന് പ്രതിഫലം തരാൻ വേണ്ടിയിട്ട് വാപ്പ വിളിക്കുന്നുണ്ട് എന്നാ പറയുന്നത്. ആലോചിക്ക്, അത്ര മാന്യതയായിരുന്നു അവർക്ക്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഇന്നൽ ഹയാ വൽ ഈമാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഈമാനും ലജ്ജയും ഒരുപോലെയാണ് പടച്ച തമ്പുരാൻ എന്ത് ചെയ്തിട്ടുള്ളത്? പൂരകമാക്കിയിട്ടുള്ളത്. ഇനിയോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു കറുത്ത പെണ്ണ് വരുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ, എന്നാലും കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്. ഇന്നി അസ്റഉ അതകശഫ്. അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, റസൂലെ, ബോധം കെട്ട് വീണു പോകുന്ന രോഗമുണ്ട് എനിക്ക്, ആൾക്കാർക്കിടയിൽ പൊടുന്നനെ ബോധരഹിതയായി ഞാൻ വീണുപോകണം. അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ശിഇതി സബർതി വലകിൽ ജന്ന വഇൻ ശിഇതി ദഅഉതുല്ലാഹ അൻ യുഅഫി. പെണ്ണെ, നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗം ഉണ്ടാവും. നീ ക്ഷമിക്കുകയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം, ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമാണെന്ന് പറഞ്ഞു. അപ്പൊ ആ പെണ്ണ് പറഞ്ഞെന്തറിയോ? ലാ ബൽ അസ്ബിർ. ഞാൻ ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഞാൻ എന്ത് ചെയ്തോളാം, ഞാൻ ക്ഷമിച്ചോളാം. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ പെണ്ണ് പറഞ്ഞു, റസൂലെ, ഞാൻ ക്ഷമിച്ചോളാം, ആ രോഗം എനിക്കൊരു പ്രശ്നമില്ല, പക്ഷേ എന്റെ ശരീരഭാഗങ്ങൾ ആളുകൾ കാണാനുള്ള സാധ്യതയുണ്ട്, എന്റെ ഡ്രസ്സുകൾ നീങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പ്രവാചകർ, നിങ്ങൾ പ്രാർത്ഥിക്കണം. സഹാബവനിതയാണ് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പറയാണ്, പ്രവാചകൻ പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു. പിന്നീട് അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് പിന്നീട് വന്നിട്ടില്ല എന്നാ. ആലോചിക്ക്, നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? ഞാൻ തുറന്നാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ടൂറിലാണ് എല്ലാ ആൾക്കാരും, അല്ലേ? ടൂറിലാണല്ലോ. ബോധരഹിതയായി വീണ് കിടക്കുമ്പോൾ പോലും എന്റെ ശരീരഭാഗം, എന്റെ കാലോ കയ്യോ, വരുന്നവനാരാ? മനുഷ്യത്വത്തനാ. പെണ്ണിനെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വരിക. ആക്സിഡന്റ് ആയി ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ സ്ത്രീകളെ നമ്മളും നിങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഒരാളെ മനസ്സിലും മോശമായ ഒരു വികാരം അവർ വരാറില്ല, ഒരു മനുഷ്യനോട് കാണിക്കേണ്ട കാരുണ്യമല്ലാതെ. ആ സമയത്ത് പോലും എന്റെ ശരീരഭാഗം കാണരുതേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ജീവിച്ച സ്ത്രീകൾ വിചാരിച്ചു. ആളുകൾ ക്യൂ നിൽക്കുന്ന വെള്ളത്തിന്റെ ഇടയിൽ വെള്ളം കിട്ടുക എന്ന ആവശ്യത്തിൽ ഞാൻ പോയാലേ കിട്ടൂ എന്ന് ചിന്തിച്ചൊരു പെണ്ണിന് കയറിപ്പോകാം. എന്നിട്ട് പോലും അവർ മാറി നിന്നു. നമ്മളവസ്ഥ എന്താ? ഇപ്പോഴാ വിനോദസഞ്ചാര മേഖലയിൽ പെരങ്ങാണ് കിടന്നിട്ട്. നമ്മുടെ കുടുംബത്തിലൊക്കെ തന്നെ കുറെ ക്ഷമിക്കണം. പൂർവ്വ വിദ്യാർത്ഥി സംഗമം, കുടുംബയോഗങ്ങൾ, കുടുംബ സംഗമങ്ങൾ, അല്ലെ, ടൂർ യാത്രകൾ. നല്ലതല്ല ഉസ്താദെ, കുടുംബ ബന്ധമൊക്കെ പുലർത്താൻ പറ്റിയതൊക്കെ ചെയ്തോളി. പക്ഷെ കുടുംബ ബന്ധം ഈമാൻ പൊളിച്ചിട്ട് വേണ്ട നമുക്ക് എന്ന് പറഞ്ഞാൽ അവിടെ സൂക്ഷിച്ചുകൊണ്ട് ഇതൊക്കെ നമുക്കാവാം.
എല്ലാവരും ഒന്നിച്ച് മോരും മുതിരയായിട്ട് പോവാണ്. ഇനിയോ റിസോർട്ടുകളിലും പൂളുകളിലും ഒന്നായിട്ട് ചാടുകയാണ്. ഇന്നലെ കല്യാണം കഴിഞ്ഞ പുതിയാപ്പിളുടെ ഒപ്പരാണ് പെണ്ണിന്റെ വീട്ടിലത്തെ അമ്മായിയും എളാമേലും ഒന്നിച്ച് പൂളില്. പുതിയാപ്പിളെ ഉറപ്പില്ലാത്തോൾ വെള്ളത്തിൽ, പുതിയ പെണ്ണ് ഉറപ്പില്ലാത്തോൾ എല്ലാവരും ഒന്നിച്ച് കുടുംബാണത്രേ. ആരാ ഇത് പഠിപ്പിച്ചിരുന്നത്? പ്രിയപ്പെട്ടവരെ, ബോധരഹിതയായ പെണ്ണിന്റെ ശരീരം കാണുന്നതിൽ നിന്ന് അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോവുക. ആ പെണ്ണ് പ്രാർത്ഥിച്ചത് മതിയാവില്ല, അള്ളാന്റെ റസൂല് പ്രാർത്ഥിച്ചിട്ടത് ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടുള്ളവർ നമ്മളോ എളാമാന്റെ മക്കളെ എളാപ്പാന്റെ മക്കളെയൊക്കെ മുന്നിൽ ഒന്നായിട്ട് വെള്ളത്തിൽ. ആരെയാണ് പ്ലസ് 2 10 പഠിക്കുന്ന അല്ലേ എന്താ പറയാ കൗമാരത്തിന്റെ അതിപ്രസരമുള്ള പെൺകുട്ടികളൊക്കെ വെള്ളത്തിൽ. ആരെ കൂടെ? സഹാബികളായത്. നമ്മൾ വിചാരിക്കും അങ്ങനെ കുടുംബക്കാർക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കുമെന്നൊക്കെ. ചിന്തിക്കേണ്ട. അവന്റെ കണ്ണ് നരകത്തിലാകുന്നില്ലേ പ്രിയപ്പെട്ടവരെ? അവന്റെ കണ്ണ് നരകത്തിലാകുന്നില്ലേ? ഇതുപോലെ നമ്മുടെ ആളുകൾ എന്നിട്ടോ ട്രൗസറും ബനിയനും ഇട്ടിട്ട് ചാടുകയാണ്. ആരെ മുന്നിൽ? മറ്റുള്ള ആൾക്കാരൊക്കെ. പബ്ലിക്ക് പോയിട്ട് കുടുംബത്തിൽ പറ്റൂല നമുക്കത്. പിന്നെ എന്തിനാ വീട്ടിലെ ബാത്റൂമിന് ഡോർ ആവശ്യമുണ്ടോ? വീട്ടിന്റെ അകത്തുള്ള കുടുംബക്കാരല്ലേ? കൊലായിലെയും സിറ്റൗട്ടിലെയും അല്ലെങ്കിൽ കിച്ചണിലെയും ഡോർ അടച്ചിട്ട് ട്രൗസർ ഇട്ട് നടന്നോളി. ബാത്റൂമിൽ എന്തിനാ ഡോർ? അത്രയും ലജ്ജയുള്ള മുഅ്മിനീങ്ങളാ നമ്മള്. അവനവനോടുള്ള ലജ്ജ അല്ലേ? വീട്ടിലൊരാളില്ലെന്ന് വിചാരിച്ചു 2 വാതിലും കുറ്റിട്ട് ഒന്നുകൊണ്ട് നടക്കൂല. മാന്യതയുടെ ലജ്ജയുള്ളവരാ നമ്മള്. അള്ളാഹുവിനോട് ലജ്ജയുള്ളവരാ നമ്മള്. അവനവന്റെ കാര്യത്തിൽ അവനവനോട് ലജ്ജയുള്ളവരാ നമ്മള്. ഈ ലജ്ജയെല്ലാം പൊളിക്കുകയാണ്, നനച്ചു കൊടുക്കുകയാണ് ആൾക്കാരുടെ മുന്നിൽ. നനച്ചു കൊടുക്കുകയാണ്. എന്നോട് ക്ഷമിക്കണങ്ങളെല്ലാവരും. ആരോടെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോളൂ അള്ളാഹുവിനോട്. മാനം കെട്ടുന്ന് കുട്ടിയാൽ മതി. ഈ ബന്ധങ്ങളൊക്കെ ഏതാ? ഈ വരുന്ന ബന്ധങ്ങളൊക്കെ ഓന് നമ്മളെ കുടുംബത്തിലുള്ള പെണ്ണിനെ മൊയ്ചെല്ലിട്ട് പോയിന്ന് വെച്ചോ. പിന്നെന്താ സ്ഥിതി? അമ്മായി വിളിക്കുന്ന ഫോട്ടോ കണ്ടോ ഓന്റെ ഫോണില്? തലയിൽ തട്ടടാതെ, മാറുമറക്കാതെ, കഴുത്ത് മറക്കാതെ, നിങ്ങൾ പച്ചക്ക് പറയുന്നത് ശരിക്കും മിമ്പർ കടായിപ്പോ. അത്ര വൃത്തികേടാ കാണിക്കുന്നത് ടൂറിന്. അത്ര വൃത്തികേടാ കാണിക്കുന്നത്. ഇത് വിനോദസഞ്ചാരം നമ്മളെ മക്കളെ MDMA കഴിക്കുന്നതിനൊക്കെ ഡേഞ്ചറായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ? ഉളിപ്പോ എന്നിട്ട് കുടുംബസംഗമം എന്നിട്ട് ഫോട്ടോ എടുക്കുന്നേരം അതുവരെ പറ്റാത്തോണ്ട് ഇരുന്ന പ്രശ്നമല്ല. ഇയാൾ ഇത്ര സ്ട്രോങ് ആണോ? ഇത് സ്ട്രോങ്ങിൽ പറഞ്ഞാലേ ഒരു പകുതി നമുക്ക് അനുസരിക്കാൻ പറ്റും. ഫോട്ടോ എടുക്കുമ്പോൾ ചോർന്നൊന്നും ഒന്നും പ്രശ്നമല്ല, എല്ലാം അവിയിലാകണം. അതില്ലെങ്കിൽ എന്റെ തകുതി. അതില്ലാത്തവർക്ക് എന്തെങ്കിലും തകർന്നിട്ടുണ്ടോ? നിങ്ങൾ അന്വേഷിക്കുന്നത്. ഇതൊക്കെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് കുടുംബം തകർന്നിട്ടുണ്ടോ? ഒന്നുണ്ടാവുന്നില്ല. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഗൗരവപൂർവ്വം. മറിയം ബീവിയെ പറ്റി സൂറത്ത് തഹരീമിൽ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? സൂക്ഷിച്ച് മാന്യതയോടെ സംസ്കാരത്തോടെ എല്ലാം ശ്രദ്ധിക്കുന്ന വനിതയായിരുന്നു അതെന്ന് സൂറത്ത് തഹരീമിൽ. നിങ്ങൾക്കറിയോ മറിയം ബീവിയുടെ അടുക്കൽ ജിബ്രീൽ വന്നത് പറയുന്നുണ്ട് ഖുർആൻ. മനുഷ്യരൂപത്തിലാവുന്നത്. മനുഷ്യരൂപത്തിൽ വന്നിട്ട് ആ മറിയം ബീവി പ്രാർത്ഥിച്ചത് എന്താണെന്നറിയോ? എന്താ പ്രാർത്ഥിച്ചത്? ഞാൻ അല്ലാഹുവിൽ ശരണം തേടുന്നു നിങ്ങളിൽ നിന്ന്. സുബ്ഹാനല്ലാഹ്. ആരാത് പ്രിയപ്പെട്ടവരെ? ആരാണ് പ്രാർത്ഥിക്കുന്നത്? ഇനിയോ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രാമധ്യത്തിൽ കുറച്ചാളുകൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നത്, മരുഭൂമിയിൽ കുറച്ച് ആളുകൾ അകപ്പെട്ട ഒരു സന്ദർഭം. അല്ലാഹുവിന്റെ റസൂൽ ചെന്ന് നോക്കാൻ പറഞ്ഞു. സഫ്വാൻ ഒരു ഭാഗത്തേക്ക് പോയി. സഫ്വാനാണ് ഈ കുടുങ്ങിപ്പോയ ആളുകൾ നോക്കാൻ പോയത്. സഫ്വാൻ ആയിഷ ബീവിയെ റിപ്പോർട്ട് ചെയ്തു. ആയിഷ ബീവി ഉറങ്ങിപ്പോയി. സഫ്വാൻ റളിയല്ലാഹു അൻഹു പറയാ, ഞാനിങ്ങനെ പോകുമ്പോൾ ദൂരത്തൊരു മനുഷ്യൻ ഉറങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാനിങ്ങനെ പോയി നോക്കുമ്പോൾ ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന്റെ മുമ്പ് ആയിഷ ബീവിയെ സഫ്വാൻ കണ്ടിട്ടുണ്ട്. ഹിജാബിന്റെ ആയത്തിന് ശേഷം കണ്ടിട്ടേ ഇല്ല. അപ്പൊ കണ്ടപാട് ആയിഷ ബീവിയാണെന്ന് മനസ്സിലായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു സഫ്വാൻ. ആയിഷ ബീവി ഞെട്ടിണീറ്റും ഹിജാബ് മുഖം അങ്ങോട്ട് മറച്ചു. ചരിത്രം കേട്ടോളിങ്ങളല്ലോ. മുഖം അങ്ങോട്ട് മറച്ചു. എന്നിട്ട് ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയാ, ഈ സഫ്വാൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞതല്ലാതെ ഒരു കലിമത്തും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടേ ഇല്ല. സുബ്ഹാനല്ലാഹ്. മനസ്സിലായോ? അത്ര നമ്മളെ സ്ഥിതി, നമ്മളവസ്ഥ. നമ്മളവിടെ ഒരു പെണ്ണിനെ കണ്ടാൽ അതിപ്പോ ചാൻസിൽ പുതിയാപ്പിളൊന്നില്ലാത്ത ഒരുത്തിനെ കണ്ടാൽ നമ്മളവിടെ കുറ്റി തറക്കും. ഭയങ്കര മാന്യലൊക്കെ. പക്ഷെ ഇവിടെ വിട്ട് പോകാനുള്ള എളുപ്പമാണോ? പെട്ടെന്ന് കാര്യം ചെന്തവിടെ ഒറ്റ നിൽക്കുന്നത്, പെട്ടെന്ന് പോയിക്കോളി, ഭർത്താവ് അവിടെ ഉണ്ടല്ലേ, വിളിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ബ്രേക്കാണോ. നമ്മളിത് ഓൻ വരുന്നവരെ നമ്മൾ ഓളാരാ അങ്ങക്ക് ശ്രദ്ധിക്കണം. നമ്മളെല്ലാം സൂക്ഷിക്കണം. ഓളെ പെർഫെക്റ്റ് ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട ഒരാളാണെങ്കിൽ സഹായിക്കാം. അതൊന്നും വേണ്ടെന്നല്ല. നിങ്ങൾക്കറിയാലോ, നമ്മുടെ മനഃസാക്ഷിക്കറിയാം ഏതൊക്കെയാ തിന്മ നന്മ എന്നുള്ളത്. ഉളുപ്പുള്ളവനാണോ ലജ്ജ ഉണ്ടാകും. ആ ലജ്ജ നമ്മൾ സൂക്ഷിക്കണം. ഇനിയോ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിന്റെ മസ്നദിൽ
മുസ്ലിമിൽ അദ്ദേഹം പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് അള്ളാന്റെ റസൂലിന്റെ ഖബർ. അറിയാലോ, അബൂബക്കർ സിദ്ദീഖിന്റെയും ഖബർ അവരുടെ വീട്ടിലാണ്. ആയിഷ ബീവി പറയുന്നത്, ഞാൻ എന്റെ വീട്ടിനകത്ത് ഹിജാബ് ധരിക്കാറുണ്ടായിരുന്നില്ല. ഞാൻ ആ ഖബറുള്ള മുറിയിലേക്ക് പോകുമ്പോഴും ഹിജാബ് ധരിക്കാറുണ്ടായിരുന്നില്ല. കാരണം അവിടെ കിടക്കുന്നതാരാ? എന്റെ ഉപ്പയും എന്റെ ഹസ്ബൻഡുമാണ്, എന്റെ ഭർത്താവുമാണ്. എന്നാൽ പിന്നീട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അവിടെ വന്നു. പ്രിയപ്പെട്ട, എന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ വളഞ്ഞു പോകുന്ന ആൾക്കാരോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, ഇതിന്റെ അർത്ഥം മരിച്ചോര് കാണുന്നൊന്നല്ലോ. ലജ്ജ കിടക്കുന്ന കിടപ്പ് കാണിക്കാനാണ് ഈ ചരിത്രം പറയുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഈ റൗളയിൽ ഇവിടെ കടത്തിയ സമയത്ത് അതിനുശേഷം ആയിഷ ബീവി പറയാണ്, ആ റൂമിലേക്ക് പോകുമ്പോൾ ഞാൻ ഹിജാബ് ഇട്ടിട്ടാ പോകും. എന്താണെന്നറിയോ? അവിടെ വല്ലാത്തൊരാളുണ്ടല്ലോ എന്ന ആ ഒരു മാന്യതയുടെ ലജ്ജ അവർ കൊണ്ടുവന്നു. നമ്മളൊക്കെ അവസ്ഥ ആരെങ്കിലും കോളിംഗ് ബെല്ലടിച്ചാൽ എങ്ങനെയാണോ നമ്മളുള്ളത് അങ്ങനെ ഇങ്ങോട്ട് പോരും. പാൽക്കാരന്റെ അടുത്തും പത്രക്കാരന്റെ ഒരിക്കൊക്കെ കാണാം, ഉസ്താദ് വരുന്നതിന് കാണരുത്. അങ്ങനെ പല ആൾക്കാർ ഉസ്താദ് മലക്കും മറ്റൊരു മനുഷ്യന്മാരും, അല്ല തിരിച്ച് ഉസ്താദ് മനുഷ്യനും മറ്റൊരു മലക്കുക, മറ്റിടത്തൊന്നും വരൂല, ഷെറൊന്നും ഉണ്ടാവില്ല. ആൾക്കാർ അങ്ങനെ തന്നെ. ഭർത്താവ് വരുമ്പോൾ ഒരു തട്ടുള്ളൂ, ശ്രദ്ധിക്കണോ? ബെല്ലടിക്കുമ്പോ ഭർത്താവ് വരുമ്പോൾ ഇതൊക്കെ ചുറ്റിട്ടേ സ്ത്രീകൾ കയറാറുള്ളൂ. ഭർത്താവല്ല എങ്കിലും ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഉളുപ്പില്ലാതാവുകയാണ് നമ്മളല്ലേ. ആണുങ്ങളെ പെണ്ണുങ്ങളെ രണ്ടു കൂട്ടരും ശ്രദ്ധിച്ചോളി. നമുക്കൊക്കെ ഉണ്ടാവും സ്വാഭാവികമായ ബന്ധവും സംസാരമൊക്കെ. അതൊരു മാന്യതയുടെ അല്ലേ. യാ നിസാ നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇൻ തഖൈതുന്ന ഫലാ തഖളഅന ബിൽ ഖൗൽ. നിസാ നബി, നബിയുടെ സ്ത്രീകളോട് ഖുർആൻ പറയുന്നു, നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഫലാ തഖളഅന ബിൽ ഖൗൽ, നിങ്ങളുടെ സംസാരം അതിൽ തേൻ പുരട്ടി സംസാരിക്കാൻ പാടില്ല കേട്ടോ. ഫയത്മ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഖുർആന്റെ ആയത്താ. നിങ്ങളുടെ സംസാരം കേൾക്കുന്ന അപ്പുറത്ത് നിൽക്കുന്നവൻ ചിലപ്പോൾ ഹൃദയത്തിൽ രോഗം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഫോൺ ചെയ്യുന്നവരൊക്കെ ഉപ്പുണ്ടോന്ന് വെച്ചാൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ആരെയും ചോദിച്ചിട്ട് തേൻ പുരട്ടാൻ പോയാൽ പിന്നെ ഡെയിലി ഉപ്പാനെ വിളിക്കും. ഇതാ സംഭവിക്കുന്നതല്ലേ എടുത്തു, ഇതാണ് സംഭവിക്കുന്നതല്ലേ എടുത്തു. പ്രിയപ്പെട്ടവരെ, ഇത് ഖുർആൻ പണ്ട് നിരോധിച്ചതായിരുന്നു. ആരോടാ പറഞ്ഞത്? യാ നിസാ അന്നബി, റസൂലുള്ളാഹിന്റെ സ്ത്രീകളോട്, നമ്മുടെ ഉമ്മമാരോടാ പറഞ്ഞത്. നമ്മളോടൊക്കെ എന്തായിരിക്കും പറയേണ്ടത്? ഈ ഉളുപ്പില്ലായ്മ കൊണ്ടാണ് പ്രിയപ്പെട്ട. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ച് ശരീരഭാഗങ്ങൾ പുറത്തു കാണിക്കുക. പൊക്കളും, എന്നോട് ക്ഷമിക്കണം, പൊക്കളും മാറും കക്ഷവും ഒക്കെ കാണിച്ചിട്ടാ പോകുന്നപ്പോ. ഇവിടേക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു സമൂഹമാണെന്ന് വിചാരിക്കുക. നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ മാസ്ക് മുഖത്ത് കിട്ടിയ പോലെ കണ്ണ് കെട്ടിയിട്ട് കയറിപ്പോ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക്. അത്ര വൃത്തികേട്. ഇതര കൗമാണെങ്കിൽ ഓല അവിടെ കടന്നോട്ടെ വിചാരിക്കും. നമ്മളെ ആളുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ എവിടുന്നായിട്ട് പിടിച്ചു കിട്ടുക? അവനവന്റെ വീട്ടിൽ ആ കുട്ടിയെ ഉണ്ടാക്കിയതാരാണോ ഓൻ തീരുമാനിക്കണം, ആ മനുഷ്യൻ തീരുമാനിക്കണം. ഇങ്ങനത്തെ ഒരു സാധനത്ത് സമ്മതിക്കില്ല തന്നെ. അവിടെ തന്നെ നമുക്ക് ആ തിന്മയെ തടയാനുള്ള ഒരു പോളോട് എങ്ങനെയാണ് ഇപ്പൊ കണ്ടം കൈ ഉണ്ടാന്ന് പറയാ. ആ ഉളുപ്പില മുപ്പിലുള്ള വാപ്പ, മനസ്സിലായില്ലേ? അത് പറയുന്നിടത്ത് ഉളുപ്പ് സമ്മതിക്കുന്നില്ല. നന്മ പറയാൻ ലജ്ജ. നമ്മൾ മോളെ പുതിയാപ്പിള ഇങ്ങനെ സിഗരറ്റ് വെച്ചിരുന്ന അല്ല വ്യാപ്പിള സംഗതിയൊക്കെ ഓക്കെ, നിങ്ങൾ ഉഷാറാണ് സംഭവം, ഇതൊക്കെ സിഗരറ്റ് വലി നിർത്തിക്കൂടെ. അത് പറയാനൊരു ഉളുപ്പ്, ലജ്ജ. മനസ്സിലായില്ലേ? അയാൾ ജമാഅത്തിന് പള്ളിയിൽ പോയിക്കില്ലെങ്കിൽ അത് ചോദിക്കാൻ ലജ്ജ, അത് ചോദിക്കണ്ട. ഇനി അയാൾ എമ്മക്കൊന്നും എല്ലാവർക്കും കൂടി ഒന്ന് സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് ഒന്ന് പൊരിച്ചാലോ എന്ന് വെച്ചാലോ ഒരു ഉളുപ്പില്ല. നമ്മൾ റെഡിയാണ്. കുട്ടികളപ്പം നമ്മളും തുള്ളു. എന്താ അവസ്ഥ? നിങ്ങൾ എല്ലാ റിസോർട്ടുകളും, ഞാൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ പോയിട്ടില്ല, നമ്മളൊക്കെ പോകും, നമ്മളൊക്കെ പോകുന്നവരാ. പക്ഷെ ഈ ആദബുകൾ പാലിക്കാൻ കഴിയാത്തവർ പോകരുത്. അള്ളാഹുവോർത്ത് നിങ്ങളെ കണ്ണ് നരകത്തിലോ. ഖുർആൻ ഒരുപാട് നോക്കിയ കണ്ണാണ് നമ്മളെ കണ്ണ്. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന സ്വർഗത്തിന്റെ വിശാലമായ ആ ഒരു ഗോപുരത്തിൽ നോക്കേണ്ട കണ്ണാണ് നമ്മളെ കണ്ണ്. ഈ കണ്ണുകൊണ്ട് നിങ്ങൾ പ്രിയപ്പെട്ടവരെ വ്യഭിചരിക്കരുത്. ഇത് ഉളുപ്പില്ലായ്മ കൊണ്ടുവരുന്നതാ. ഉളുപ്പുള്ളവനാണെങ്കിലോ അവന്റെ കണ്ണ് താവും. സംഗതി നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ പറയുന്നത്. പക്ഷെ എന്താ, രണ്ടാമത്തെ അങ്ങോട്ട് നോക്കരുതേ എന്ന് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ എനിക്ക് ഉളുപ്പുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള ആളുകളിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله فيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിനെ പരമാവധി സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. എല്ലാവരും സഹാബാക്കൾ, ഞാനിപ്പോ പറഞ്ഞില്ലേ മറിയം ബീവി, അതേപോലെ തന്നെ ആ കറുത്ത പെണ്ണ് ആയിഷ റളിയല്ലാഹു അൻഹ, ഇവരൊക്കെ പോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതൃകയായിട്ട്. ഇതൊക്കറിയോ, ഫാത്തിമ റളിയല്ലാഹു അൻഹ അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോൾ, അള്ളാന്റെ റസൂലിന്റെ അതേ മുഖമുള്ള, റസൂലുള്ളാന്റെ അതേ വർത്താനം, റസൂലുള്ളാന്റെ അതേ നടത്തം, റസൂലുള്ളാന്റെ അതേ ചിരി, അങ്ങനൊരു മോളുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ ബീവി. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു സഹായിയായി ഒരു പണിക്കാരനെ കൊണ്ടുവരാണ് വാപ്പ.
പണിക്കാരൻ പറഞ്ഞാൽ അടിമയാണ്. അടിമയുടെ പ്രത്യേകത എന്താ അറിയോ? അടിമന്റെ മുമ്പിൽ ഈ പറഞ്ഞ എന്ത് മതി? നമ്മളുടെ ഔറത്തുകൾ പറഞ്ഞാൽ മതി, നമ്മളെ ഫുള്ള് മറിയേണ്ട ആവശ്യം. അങ്ങനൊരു നിയമമുണ്ടായി. എന്ന് പറഞ്ഞാൽ മറ്റുള്ളതൊക്കെ മറിയും. മറ്റുള്ള പബ്ലിക്കിനെ പോലെ ആക്കണ്ട. കാരണം എന്താ? നമ്മളെ അടിമയാണ്, നമ്മളത് മാത്രമാണ്. ഈ മനുഷ്യനെ കൊണ്ടുവന്നപ്പം അന്ന് അനസ് ബിൻ മാലിക് പറയാണ്, ഫാത്തിമ റളിയല്ലാഹു അൻഹ അന്നൊരു ഉടുപ്പിട്ടിരുന്നു, തല മുതൽ ഇങ്ങനെ താഴെ വരെ ഇടുന്നേ. അപ്പൊ ഈ ആള് വന്നപ്പോ തല ഒന്നിങ്ങനെ മുറുക്കി കെട്ടാൻ നോക്കുമ്പോ കാല് മറയുന്നില്ല പോലും. അപ്പൊ ഫാത്തിമ ബീവി എന്ത് ചെയ്തു? കഴിച്ചിട്ട് താഴോട്ടങ്ങോട്ട് ഇറക്കിയപ്പോ മുടി പുറത്തായി. അപ്പൊ റസൂൽ കാണുന്നുണ്ട് ഫാത്തിമ ബീബി നിങ്ങൾ പൊക്കുന്നു, കുറച്ചു താഴ്ത്തി, പിന്നെയും പൊക്കുന്നു. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ ഈ ബേജാറാണ്ട, ഒന്ന് എന്റെ ഉപ്പയാണ്, ബേജാറാവണ്ട. രണ്ടാമത്തെ അടിമയാണ്, ആമിയായി വന്ന ആളാണ് എന്ന് റസൂൽ പഠിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് ഓരൊക്കെ കാണിച്ച സൂക്ഷ്മതേതാ. നമ്മൾ എവിടെയാ നിൽക്കുന്നത്? നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്കറിയോ സഹാബ വനിതകൾ, ഈ സ്ത്രീകളുടെ മയ്യത്ത് കഫൻ ചെയ്താൽ അതിന്റെ മുകളിൽ ഒരു കട്ടിയുള്ള ഡ്രസ്, ഒരു വിരിപ്പ് വിരിക്കണം. എന്തുകൊണ്ടാ? ഫാത്തിമ ബീവിയൊക്കെ ബേജാറായതായില്ലായിരുന്നു. കട്ടിയുള്ള തുണിക്കഷ്ടം എടുത്തു വെക്കാൻ പറയാറുണ്ടായിരുന്നു. സഹാബ വനിതകൾ പലരും അവരെ കഫൻ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ മയ്യത്ത് ജനാസ നമസ്കരിക്കുന്ന സമയത്ത് അവരുടെ ഷെയ്പ്പ് കാണുമെന്ന് പേടിച്ചു. ജീവനുള്ള കാലത്ത് നമ്മൾ ബനിയങ്ങളോട്ടിട്ട് ചാടിയിട്ട് കാണിച്ചു കൊടുക്കുക പിയാപ്പിൾക്ക്. ജമ്പയ്യൻ മറ്റോലും മരിച്ചതാ, കണ്ടാ പോലെ ഒഴിച്ചു കിട്ടൂല. എന്നിട്ട് അവർ പേടിച്ചു. അതുകൊണ്ടാണ് സ്ത്രീ മയ്യത്തിന്റെ മുകളിൽ ഒരു കട്ടിയുള്ള വിരിപ്പ് വിരിക്കൽ നല്ലതാന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാ? ഏതൊരാളായാലും ഒന്ന് നോക്കിപ്പോ അല്ലേ? നമ്മൾ വിഷമത്തോടെയാണ് നോക്കുന്നതെങ്കിലും ആളുകളുടെ കണ്ണിൽ പലതും ഉണ്ടാവുക. മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾ വിശ്വസ്തരായ ഈ മഹറമുകളായ അതിലേറ്റവും ദീനുള്ള ആൾക്കാർ കുളിപ്പിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. മരിച്ച മയ്യത്തായിട്ട് പോലും അവരുടെ ലജ്ജ അവർ കാത്തു സൂക്ഷിച്ച ലജ്ജ ലീക്കാവരുതെന്ന് വിചാരിച്ചിട്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് സൂക്ഷിക്കാം. നമ്മളെല്ലാം ഉളുപ്പുണ്ടാകുക എല്ലായിടത്തും, കല്യാണ വീട്ടിലും പള്ളിയിലും കവലകളിലും കച്ചവടത്തിലും വർത്താനത്തിലും പോലും. പ്രിയപ്പെട്ടവരെ, ഒരു ദുഷിച്ച വേട് ഒഴിവാക്കാൻ പറ്റും, ഒഴിവാക്ക്. നാവ് കൊണ്ട് അതെങ്കിലും നിങ്ങൾ ചെയ്യും. ഒരു ദുഷിച്ച വാക്ക് കേൾക്കുന്നവർ നിങ്ങൾ ഈറ്റ വർത്താനം പറയില്ല പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു തടയി. ഓനല്ല പറയുന്നത്, നമ്മൾ ഇതിലെങ്ങനെ കേട്ടുവിടല്ലേ ചിന്തിക്കരുത്. നാവ് ചെവിക്ക് ഡോറില്ലാത്തതാണ്. അതുകൊണ്ട് ഓന്റെ ഡോർ അടക്കാനേ പറ്റുള്ളൂ. ഓന്റെ നാവടക്കുക, ഡോറുള്ളത് അടക്കുക. അങ്ങനെ ശ്രദ്ധിക്കാം. ദുൽമകൾ കേൾക്കുന്നിടത്തേക്ക് പോകാതിരിക്കുക. എല്ലായിടത്തും നമ്മൾ സൂക്ഷ്മാലുക്കളാകുക. ഈ 2 മാസം നമ്മളുടെ സ്ത്രീകളുടെ, നമ്മളുടെ ഉമ്മമാരുടെ, നമ്മളുടെ പെങ്ങന്മാരുടെ ശരീരം പബ്ലിക് കാണുന്ന മാസം. അതിനായിട്ട് മുട്ടട്ടിരിക്കുന്ന ആൾക്കാരുടെ അവിടെ റിസോർട്ടുകളിലൊക്കെ നിങ്ങൾ എന്താ വിചാരിച്ചാൽ അതൊക്കെ മലക്കുകളല്ല, ജിബ്രീലും മീക്കായിലും നിൽക്കുന്നത് ഞങ്ങൾ വിചാരിച്ചു. ആ മുസ്ലിം മാപ്പിളമാരുടെ സ്ത്രീകളുടെ നിമ്നോന്നതി കണ്ടാസ്വദിച്ച് അവനവന്റെ തോന്നിയാസം നടത്താൻ ഇനി നമ്മളിങ്ങനെ കെട്ടിക്കൊണ്ടേ കൊടുക്കുക. അതിനോട് ഓഫർ ബൈ 2 get 1, ബൈ 1 get 1, ബൈ 2 get 2. നമ്മളിങ്ങനെ പോവാണ്. ഉപ്പാന്റെ ടിക്കറ്റ് എടുത്താൽ ഉമ്മാക്ക് ഫ്രീ എന്നല്ല, ഉമ്മാക്ക് അങ്ങനെ പോവാ. 3 കുട്ടികൾ ടിക്കറ്റ് എടുത്താൽ ഉമ്മാക്കും ഫ്രീ. ഓലിക്ക് ഇതിനൊന്ന് കുളിപ്പിച്ച് കിട്ടിയാൽ മതി. ഓലിക്കാം അള്ളാഹ് ഓർത്തിട്ട് നിങ്ങൾ സൂക്ഷിച്ചു. നമ്മളെ ബുദ്ധി, അതായത് ഇതര ജീവികൾക്ക് നൽകാത്തൊരു സാധനം അള്ള തന്ന സാധനം അതാ വിവേചനം എന്നതാണ്. വിവേചനം പറഞ്ഞതാണ്. അല്ലാണ്ട് ഭക്ഷണം കൊണ്ടിരിക്കുമ്പോൾ ആദ്യം വായന്തലിയാണ്, പിന്നെയാണ് ചോറിടുക. അതല്ല വിവേചനം. തനിക്ക് പറ്റാൻ സാധ്യതയുള്ള അപകടത്തെ മുൻകൂട്ടി കണ്ടതിന്റെ വഴിതിരിച്ചു വിടാനുള്ള വിവേകമാണ് വിവേചനം. അബുദ്ധി നമുക്ക് വേണ്ടി. മറ്റേത് ആരും അങ്ങനെ ചെയ്യും. പൂച്ചക്ക് കൊണ്ട് കൊടുത്തത് പൂച്ച ആദ്യം വായന്തലിടും. മനുഷ്യന് നൽകിയ വിവേചനം അതല്ല. ഈ പറഞ്ഞ അപകടത്തെ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവൂലോ. എനിക്ക് ഒരു ഉളുപ്പില്ലേക്ക് അങ്ങനെ ചിന്തിക്കുന്നത്. ഇങ്ങനെ ഉണ്ടായാലോ എന്നാ ചിന്തിക്കേണ്ടത്. നമ്മളെ 10 വയസ്സുള്ള 12 വയസ്സുള്ള 14 വയസ്സുള്ള പെൺകുട്ടികൾ നിങ്ങൾ പൊയ്ക്കോളി, ഓരോട് കംപ്ലീറ്റ് നിങ്ങൾക്ക് തരുമെന്ന് ചോദിക്കും, കുളിച്ചോളി. എന്നിട്ട് അതിൽ ആര് പറ്റൂല? ഓക്ക് മഹറമല്ലാത്തവര് പറ്റൂല. അതുപോലെ അതൊക്കെ നോക്കോ, ചെറിയ മക്കളല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഭയങ്കര സൂക്ഷ്മത ഉള്ളവർ നിങ്ങൾ വേറെ പൊയ്ക്കോളി. അള്ളാഹനെ ഓർത്തിട്ട് നിങ്ങൾ ചെയ്യരുത്. നമ്മൾ കുടുങ്ങും. നമ്മൾ അറിയാതെ ആയിരക്കണക്കിന് ആളുകളുടെ ശരീരം നമ്മൾ കണ്ടില്ല. നമ്മളതായ കുടുംബത്തോടൊപ്പം ഒക്കെ ആണെങ്കിൽ നിങ്ങളെ കണ്ണൊന്ന് രജിസ്റ്റർ ചെയ്യും. നിങ്ങൾ ഒരാളെ എഴുതാൻ ഏൽപ്പിക്കും, നിങ്ങളെ കണ്ണങ്ങോട്ടൊക്കെ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ലജ്ജ നമുക്ക് വേണം. മുഅ്മിനാണോ? ലജ്ജയില്ലേ? എന്റെ ഈമാനില്ല എന്ന് ഉറപ്പിച്ചോളി. ഈമാനുണ്ടോ? നിനക്ക് ആ ലജ്ജയുള്ളവനായിട്ട് സംസാരത്തിൽ, യാത്രയിൽ, നോട്ടത്തിൽ, എല്ലാത്തിലും. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളും ശ്രദ്ധിക്കുക. വസ്ത്രമെടുക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, ആളുകളോട് സംസാരിക്കുമ്പോൾ മാന്യമായ സംസാരം നിരോധിച്ചിട്ടൊന്നുമില്ല ഇസ്ലാം. പക്ഷെ അപകടകരമായ രൂപത്തിലേക്ക് അത് പോകുന്നിടത്ത് ബ്രേക്കിടാൻ, അത് അവൻ പറയുമ്പോഴേ ആ ജാതി വർത്താനം പറ്റൂലട്ടോ എന്ന് പറയാൻ നമുക്ക് കഴിയണം.
അങ്ങനെ എല്ലാരും രക്ഷപ്പെടുത്തുക. ആണുങ്ങൾ ഭയങ്കര കഴുകന്മാരും ഇവര് നല്ല തങ്കപ്പെട്ടോലും അങ്ങനെ ആവണ്ട. ആ സഹോദരങ്ങളും തെറ്റ് ചെയ്യരുത്, പെടരുതവർ. നമ്മളെ ഏട്ടന്റെ മോന് കേടാവരുത്, നമ്മളെ മോളും കേടാവരുത്. അങ്ങനെ ചിന്തിക്കുക, അങ്ങനെ ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരണത്തിലുള്ള ഈമാൻ നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം എത്ര ആളുകളെയാ കൊല ചെയ്യപ്പെട്ടത്? എന്തൊക്കെയാ പറയിപ്പിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ചോദിക്കും പ്രാർത്ഥന തന്നെയുള്ളൂ, പ്രാർത്ഥന തന്നെ മതി, മറ്റൊന്നും കഴിയാത്തവർക്ക് പ്രാർത്ഥന മതി, ബാക്കിയൊക്കെ കഴിയുന്ന വിധത്തിൽ ചെയ്യുന്നുണ്ടെല്ലാരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുക. എത്രയെത്ര ദുഃഖങ്ങൾ, എത്ര ആളുകളെ കൊല്ലുന്നത്. ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെടുക നിങ്ങൾ എന്താ അവസ്ഥ? നമ്മൾ കൊല ചെയ്യപ്പെട്ട നമ്മൾ ഉപ്പാന്റെ അവസ്ഥ എന്താ? നമ്മൾ ഉമ്മാന്റെ അവസ്ഥ എന്താ? നമ്മളെ മക്കളുടെ അവസ്ഥ എന്താ? നമ്മളെ ഭാര്യ ആരെയാ വിളിക്കുക? നമ്മളെ ഭാര്യ എന്ത് സെക്യൂരിറ്റി അവൾക്കുള്ളത്? അവൾ ആങ്ങളെയും കൂടി ഇല്ലാത്തവളാണെങ്കിൽ എന്താ അവളെ കഥ? അങ്ങനെ ഓരോരുത്തരാ മരിച്ചു വീഴുന്നത് ആലോചിക്കണം. ഓരോ മരണത്തെയും ഒരു വലിയ മരണമായിട്ട് കാണാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കുകളെല്ലാരും, ചിന്തിക്കുക. ഓരോ ദിവസവും ഒന്നരാടം ഡയാലിസിസ് കൊണ്ടുവന്നൊരു മോനെ മരണപ്പെട്ടാൽ ആ വാപ്പ ബേജാറാവും, ആ ബാപ്പ തളരൂലേ? അങ്ങനെയുള്ള ഓരോരുത്തരാ മരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൊല ചെയ്യപ്പെടുന്നുണ്ട് ആളുകൾ. പ്രാർത്ഥിക്കണം നമുക്ക് അവർക്ക് വേണ്ടി. എല്ലാവിധ സർവ്വ തിന്മകളിൽ നിന്നും എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സൗഖ്യം നൽകുമാറാവട്ടെ. രണ്ട് ലോകത്തും അവർ രക്ഷപ്പെടുന്നവരാക്കി അല്ലാഹു മാറ്റുമാറാവട്ടെ. നമ്മളുടെ സമ്പത്ത് നല്ല രൂപത്തിൽ ചെലവഴിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. മനസ്സ് തെറ്റിലേക്ക് പാടിപ്പോകുന്ന സമയത്തും സാഹചര്യത്തിലും ഈമാനോടുകൂടി തിരിച്ചു വരാനുള്ള ഈമാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ മക്കൾക്കും ലജ്ജയുള്ളവരായി ജീവിക്കാനുള്ള സാഹചര്യവും കഴിവും അറിവും ഈമാനും നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات توفنا مسلما وألحقنا بالصالحين.